മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന അപ്രഖ്യാപിത ചടങ്ങായിരുന്നു വിവാഹം കഴിയുന്നതും സിനിമയിൽ നിന്നും അപ്രത്യക്ഷരാകുന്ന നടിമാർ. ചിലർ കുറച്ചു കാലം കഴിഞ്ഞ് മക്കൾ വളർന്നു വലുതായതിനു ശേഷം തിരികെ വരും. വേറെ ചിലരെ കാണുക പോലുമില്ല. വിവാഹം കഴിഞ്ഞ് 2 മക്കൾ പിറന്ന ശേഷം ഏറെക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്ന അഭിനേത്രിയാണ് വാണി വിശ്വനാഥ്. ആ വിടവ് ഒരുപാട് കാലം നീണ്ടില്ല എങ്കിലും വാണി സിനിമയിൽ വന്നു സജീവമായി നിന്നില്ല എന്നു മാത്രം. ആർച്ച, അദ്രി എന്നിവരാണ് വാണി വിശ്വനാഥിൻ്റെ മക്കൾ. ഇന്ന് മക്കൾ രണ്ടും മുതിർന്നവരായി. വാണി അടുത്തിടെ 2 മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. മക്കളുടെ പഠനകാലത്ത് അച്ഛൻ ബാബുരാജിനേക്കാൾ അക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയത് അമ്മ വാണിയാണ്. മൂത്ത മകളുടെ 10ാം ക്ലാസ് പഠനവേളയിലും മറ്റും വാണി വിശ്വനാഥ് ചെലുത്തിയ ശ്രദ്ധ അത്രയേറെയായിരുന്നു. ഇതിനിടെ രാഷ്ട്രീയ പ്രവേശനവും ഉണ്ടായി. വാണി ബാബുരാജ് ദമ്പതികളുടെ മക്കൾ പൊതുവെ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരല്ല. എന്നാൽ അടുത്തിടെ വാണി വിശ്വനാഥിൻ്റെ മകൾ അച്ഛൻ ബാബുരാജിൻ്റെ ഒപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് മകൾ ആർച്ച അച്ഛൻ്റെ ഒപ്പം വന്നത്. ആർച്ചയെ കാലങ്ങൾക്ക് ശേഷം കാണുന്നു എന്ന സന്തോഷം പല ആരാധകരും രേഖപ്പെടുത്തി. എങ്കിലും അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം അമ്മയും മകളുമായുള്ള മുഖസാദൃശ്യമാണ്. നായികയായി രംഗപ്രവേശം ചെയ്തുവെങ്കിലും മലയാള ചലച്ചിത്ര മേഖലയിലെ ആക്ഷൻ ഹീറോയിൻ പരിവേഷം കൂടിയുണ്ടായിരുന്ന നായികയാണവർ. അന്ന് ആ റോളുകളിൽ അതുവരെയുണ്ടായിരുന്ന അന്യഭാഷാ നടിമാർ ആയിരുന്നു. എന്നാൽ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ മുകേഷിൻ്റെ നായികയായാണ് വാണി വിശ്വനാഥിനെ മലയാള ചലച്ചിത്ര ലോകം ആദ്യമായി കാണുന്നത്. അതിനുശേഷം മലയാളത്തിലെ പല മീഡിയം ബജറ്റ് കുടുംബ ചിത്രങ്ങളിലും വാണി വിശ്വനാഥ് നായികയായിരുന്നു. ചെയ്ത റോളുകൾ എല്ലാത്തിലും വാണി വിശ്വനാഥ് തിളങ്ങി. ആ വേഷങ്ങളും ശ്രദ്ധേയമായി. മലയാള സിനിമയുടെ 1990കൾ വാണി വിശ്വനാഥിന് കൂടി അവകാശപ്പെട്ടതാണ്. എന്നാൽ മകൾ ആർച്ച അത്തരം ഹീറോയിൻ വൈബിൽ വന്നില്ല എങ്കിലും അമ്മയെപ്പോലെ തന്നെ സുന്ദരിയാണ്. കുട്ടിക്കാലത്ത് മക്കളുടെ ഒപ്പം വാണി വിശ്വനാഥും ബാബുരാജും അഭിമുഖങ്ങളിൽ വന്നിരുന്നുവെങ്കിലും മുതിർന്ന പിന്നെ അവരുടെ പ്രൈവസിക്ക് അച്ഛനമ്മമാർ മുൻഗണന നൽകിപ്പോന്നു. മക്കളെക്കുറിച്ച് 2 പേരും പൊതുവിടങ്ങളിൽ സംസാരിക്കുന്നതും ഒഴിവാക്കി. ആർച്ചയുടെ ദൃശ്യങ്ങൾ കണ്ടതും വാണിയുടെ മകൾ ഇപ്പോൾ ഡോക്ടറാണ് എന്നൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളുടെ പഠനത്തിന് ജീവിതത്തിൽ മുൻഗണന നൽകിയ അമ്മയുടെ കുട്ടികളെങ്കിൽ അവർ പഠിച്ചു മിടുക്കരാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ബാബുരാജും വാണിയും മക്കളുടെ കൂടെയുള്ള ഒരു പഴയ ചിത്രമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയിൽ വാണി വിശ്വനാഥ് അഭിനയിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പഴയകാലത്തെ ആക്ഷൻ ഹീറോയിൻ മടങ്ങി വന്നതിൽ ആഹ്ലാദിച്ച ആരാധകരും നിരവധി. ഇട്ടിയാനം എന്നായിരുന്നു അവരുടെ കഥാപാത്രത്തിൻ്റെ പേര്. ആദ്യ വിവാഹത്തിൽ നിന്ന് 2 ആൺമക്കളുടെ കൂടി പിതാവാണ് ബാബുരാജ്. മൂത്ത മകൻ്റെ വിവാഹത്തിന് അദ്ദേഹം പങ്കെടുത്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.